ഏതു ഭാഗത്തേക്ക് പോകാനും ബസ് കിട്ടുന്ന സ്ഥലമാണ് എറണാകുളം വൈറ്റില മൊബിലിറ്റി ഹബ്. മെട്രോയിലും ബസ്സിലുമൊക്കെ ദിവസേന 10,000-ങ്ങളാണ് ഇവിടേക്ക് എത്താറ്. എന്നാൽ ഹബ്ബിലേക്ക് എത്താനുള്ള റോഡുകളിൽ എവിടെയും നടപ്പാതയില്ല. എനിക്കൊന്ന് ഹബ്ബ് വരെ പോണം. പക്ഷേ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എന്നെ അപ്പുറത്ത് ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെ ഇറക്കി. പക്ഷെ ഞാൻ ഹബ്ബിലേക്ക് നടക്കാന്ന് വെച്ചപ്പോ ഇതാണ് സ്ഥിതി. തൊട്ടില്ല എന്ന് പറഞ്ഞാണ് ബസ് പോകുന്നത്. ഇവിടെ എങ്ങും നടപ്പാതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ വൈറ്റില ജംഗ്ഷനിൽ വലിയ അപകടങ്ങളല്ലേ ഈ ഒറ്റ കാരണം കൊണ്ട് സംഭവിക്കുന്നത്. ഇവിടെ നടപ്പാതെ ഉണ്ടെങ്കിൽ ഒത്തിരി ആളുകൾക്ക് ഗുണകരമായി ആ യാത്രകൾ. എന്തായാലും ലോക്സഭാ പ്രചരണ വേളയിൽ മാത്രമാണ് നമ്മുടെ MP ഈ വഴിയൊന്ന് ശ്രദ്ധിച്ചതെന്ന് തോന്നുന്നു. ഈ പാലം കൊണ്ട് യഥാർത്ഥത്തിൽ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു ഗുണവും ഇല്ല. ഹൈവേ റോഡ് എപ്പോഴും ബ്ലോക്ക് ഇല്ലാതെ പോവുകയും നിരവധി ആളുകൾ സഞ്ചരിക്കുന്നതും ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നത് വൈറ്റില ജംഗ്ഷന്റെ അടിഭാഗത്താണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോഴത്തേക്ക് നിലവിലുണ്ടാകുന്ന റോഡുകളിലൂടെ ഗതാഗതം എങ്ങനെ പോകുന്നുള്ളത് ചിന്തിക്കുന്നില്ല. തൈക്കൂടം ഭാഗത്ത് നിന്ന് വൈറ്റില ഹബ്ബിലേക്ക് പോകണമെങ്കിൽ വഴി ഏതാണ്, വീട് ഏതാണ്, കട ഏതാണ്, നടപ്പാത ഏതാണെന്ന് അറിയാത്ത സ്ഥിതിയാണുള്ളത്. പകൽ സമയത്ത് പോലും നമുക്ക് പേടിക്കാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം കാലം എന്തെങ്കിലുമൊക്കെ കുഴി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വണ്ടികൾ ദുരിതരെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങാനും പറ്റില്ലല്ലോ. രാത്രിയിലാണെങ്കിൽ ഉറപ്പായിട്ട് അതിൽ കാല് പോവുകയും ചെയ്യും, എന്തെങ്കിലും സംഭവിക്കും. നമ്മുടെ റോഡ് നിയമങ്ങളെല്ലാം തന്നെ കാൽനട യാത്രക്കാർക്ക് അനുകൂലമാണ്. പക്ഷേ വർഷം തോറും ഏതാണ്ട് 1000-ലധികം കാൽനട യാത്രക്കാരാണ് വാഹന അപകടങ്ങളിലും മറ്റുമായി മരിക്കുന്നത്. എന്തായാലും വൈറ്റില ഹബ്ബിലേക്ക് നടന്നു പോകാമെന്നുള്ള എൻ്റെ ആഗ്രഹമൊക്കെ അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വണ്ടിയിൽ തന്നെ പോവാണ്. കാരണം നടക്കാൻ ഇവിടെ നടപ്പാതെയില്ല. അധികാരികൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. വീഡിയോ ജേർണലിസ്റ്റ് എബിൻ അജയ്ക്കൊപ്പം അഖിലശ്രീ, റിപ്പോർട്ടർ.